നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് ബൈക്ക് റേസിംഗുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. 22-കാരനായ മനു എന്ന മനോജാണ് കൊല്ലപ്പെട്ടത്. മനോജിന്റെ അയൽക്കാരാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികളായ 4 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. മനോജിനെ കുത്തിക്കൊലപ്പെടുത്താനുള്ള പ്രധാന കാരണം വീട്ടുമുറ്റത്ത് ബൈക്ക് റേസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് അയൽക്കാരുമായി മനു തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് ഈ മത്സരയോട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാശിയേറിയ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിന് പിന്നാലെ മനുവിനെ കാത്തിരുന്ന് ആക്രമിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30 ഈ സംഭവം. മനുവിൻ്റെ അയൽക്കാരായ കണ്ട്രവിള സ്വദേശിയായിട്ടുള്ള ആളുകളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. വാക്കേറ്റത്തിന് ശേഷം അത് കത്തിയെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സമീപവാസികളായിട്ടുള്ള ബിജുവിൻ്റെ മക്കളായ മിഥുൻ്റെ സഹോദരൻ അമ്പാടി, മിഥുൻ, ബിജു എന്നിവരും 17 വയസ്സുള്ള ഒരു യുവാവും, അങ്ങനെ 4 പേരെയാണ് ഈ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തുന്ന സമയത്തിൽ ആരാണ് കുത്തിക്കൊലപ്പെടുത്തിയതെന്നുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. ഏതായാലും 4 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ തർക്കത്തിന് പ്രധാന കാരണം പരാതി ഉൾപ്പെടെ നൽകി എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ്. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് ഗൗരവമായുള്ള അന്വേഷണം നടത്തുകയാണ്. ഇന്നലെ രാത്രി 10:30 ആക്രമണം നടത്തുന്നതിനിടയിൽ മനുവിന് കുത്തേൽക്കുകയായിരുന്നു. മനുവിനെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും അപ്രതീക്ഷിതമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ കുടുംബം അതിൻ്റെ നടുക്കത്തിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.